ദില്ലിയിൽ നിന്നും കളിപ്പാട്ടം വാങ്ങാൻ ഒരു കടയിൽ കയറിയപ്പോൾ നേരിട്ട അനുഭവം പറഞ്ഞുകൊണ്ട് ഒരു വിദേശി വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു. ഈ ഒരു വീഡിയോയെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി കമന്റുകളാണ് പുറത്തു വന്നത്. പലപ്പോഴും പല നഗരങ്ങളിലും വരുന്ന അപരിചിതരായ ആളുകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പറ്റിക്കപ്പെടുക എന്നത്. അതിപ്പോൾ ടാക്സി ഡ്രൈവർമാർ മുതൽ കച്ചവടക്കാർ വരെ ആളുകളെ പറ്റിക്കുന്നവരിൽപ്പെടാം. എന്നാൽ അടുത്തിടെയായി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകളും ചെയ്യാറുണ്ട്. പറ്റിക്കപ്പെടുമ്പോൾ ആ സന്ദർഭം ലൈവായി ഫോണിൽ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പുറത്തുവിടും. ഇതോടെ നിരവധി ആളുകൾ രംഗത്ത് വരികയും സമാനമായ പറ്റിക്കൽ നേരിട്ടതിൻ്റെ അനുഭവങ്ങൾ കമന്റിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഇത് ഒരു തരത്തിൽ മറ്റാളുകൾ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള ഒരു വലിയ സന്ദേശം കൂടിയാണ്. പ്രത്യേകിച്ചും യാത്രക്കാർക്കിടയിൽ വ്ളോഗർമാരും മറ്റുമാണ് പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പോടെ ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യുന്നത്. അതുപോലെ അടുത്തിടെ ഒരു വിദേശി ഇന്ത്യയുടെ തലസ്ഥാനമായ ദില്ലിയിൽ വെച്ച് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത് വൈറലായി മാറിയിരുന്നു. ഏഷ്യയിലെ തട്ടിപ്പുകാരുടെ നഗരമെന്നാണ് ഇയാൾ ദില്ലിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബാക്ക് പാക്കർ ബെൻ എന്നറിയപ്പെടുന്ന ബെൻ ഫ്രയറാണ് ഈ വീഡിയോ പങ്കുവച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇയാൾ തന്റെ അനുഭവം വിവരിച്ചിരിക്കുന്നത്. തനിക്ക് അധികമൊന്നും ഇഷ്ടമില്ലാത്ത നഗരമാണ് ദില്ലി. ഒരിക്കൽ വന്നപ്പോൾ ഇനി ഒരിക്കലും വരില്ല എന്നാണ് കരുതിയത്. എന്നാൽ മറ്റൊരു സഞ്ചാരിയുടെ കൂടെ ചെല്ലാമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇന്ത്യയിലെത്തിയത്. ഇന്ത്യക്ക് മാറ്റമുണ്ടോ എന്ന് നോക്കാമെന്ന് കരുതിയെന്നാണ് ബെൻ പറയുന്നത്. പിന്നീട് ദില്ലിയിൽ നിന്നും അനുഭവിച്ച നിരവധി ദുരനുഭവങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനിടയിൽ ഒരു കളിപ്പാട്ട വിൽപ്പനക്കാരൻ തന്നെ എങ്ങനെയാണ് പറ്റിച്ചത് എന്നും പറയുന്നുണ്ട്. കളിപ്പാട്ടം വാങ്ങി ബാക്കി 300 രൂപയാണ് തരേണ്ടത്. അപ്പോഴേക്കും മറ്റൊരു കളിപ്പാട്ട വിൽപ്പനക്കാരൻ കൂടി അടുത്തെത്തി. അവസാനം 300 ബാക്കി തരേണ്ടുന്നതിന് പകരം 200 രൂപ തന്ന് തനിക്ക് വേണ്ടാത്തൊരു കളിപ്പാട്ടം കയ്യിൽ പിടിപ്പിച്ചു എന്നാണ് യുവാവ് പറയുന്നത്. ആ കളിപ്പാട്ടം അയാൾ ഉടൻ തന്നെ റോഡിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. നിരവധി പേർ ഇന്ത്യയിൽ ഇതുപോലെ അനുഭവമുണ്ടായി എന്ന് കമന്റ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇത് ദില്ലിയിൽ മാത്രമല്ല പല നഗരങ്ങളിലും അപരിചിതരോടുള്ള സമീപനം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് കമന്റ് നൽകിയവരുമുണ്ട്. അതുമാത്രമല്ല ഇയാൾ ഒപ്പം യാത്ര ചെയ്തിരുന്ന ബെഞ്ചമിൻ റിച്ച് ഇതുപോലെ തന്നെ ഇന്ത്യ വളരെ വൃത്തികെട്ട സ്ഥലമാണ് എന്നും ഇവിടം സന്ദർശിക്കരുത് എന്നും ഒരു വീഡിയോയിൽ പങ്കുവച്ചിരുന്നു. ഇരുവരും മനഃപൂർവ്വം ഇന്ത്യക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്.